നമസ്കാരം കൂട്ടുകാരെ. ഇത് കണ്ടോ, വളരെ ഡേഞ്ചറസ് ആയിട്ട് കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ആകെ തണുപ്പൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ചെറിയ പാമ്പുകൾ കയറിയിരിക്കുന്ന സ്ഥലം കണ്ടോ. എന്തായാലും ഭാഗ്യത്തിനാണ് നമ്മുടെ മോൻ രക്ഷപ്പെട്ടത്. ഒരു ഉഗ്രൻ പാമ്പ് താണ്ട ബുക്കിനകത്ത് കയറിയിരിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നൊരു വാർത്തയാണ്. വീടിനുള്ളിലും പറമ്പിനുള്ളിലൊക്കെ പാമ്പ് വരുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു പാമ്പ് വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പുസ്തകത്തിൻ്റെ ഇടയ്ക്കാണ് വന്നത്. എന്തായാലും ഞാൻ മിക്കവാറും ഈ ഷൂവിനകത്തായിരിക്കും ഇരുന്നത്. ഭാഗ്യത്തിന് ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ആ ഷൂ അല്ല, സാധാരണ ഈ ഒരു ഷൂ ആണ് ധരിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ആ ഷൂ എടുക്കാതെ കാര്യമായി. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഫുൾ ഇളക്കി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. നിമിഷം കൊണ്ട് കാണുന്നില്ല, നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയി. നമ്മുടെ പൂച്ച രക്ഷാദൗത്യത്തിന് വന്ന് കേട്ടോ. ഇതെങ്ങനെ പിടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ. പൂച്ച വന്ന് എന്തായാലും അതിനെ സെറ്റാക്കിയിട്ടുണ്ട്. കൊന്നല്ലയോ? എന്തായാലും അത് നന്നായി. പൂച്ച അതിൻ്റെ കാര്യം റെഡിയാക്കി. അതാണ് നന്ദിയുള്ള പൂച്ച. അത് കാളാപൂളം കടിച്ച് നമ്മളെ രക്ഷപ്പെടുത്തി കേട്ടോ. എന്തായാലും കൊച്ചുങ്ങൾ ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇതുപോലെ ഈ പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്നേ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുമ്പം ആരായാലും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കുഞ്ഞ് ഇത് ശംഖുവരനല്ലേ അത്? ഈ ശംഖുവരൻ എന്ന് പറയാൻ നമുക്കറിയാം ഏറ്റവും വിഷം കൂടിയ ഐറ്റമാണ്. അപ്പം ഈ ശംഖുവരൻ പാമ്പ് കടിച്ചാൽ, ഈ ചെറിയൊരു ഐറ്റം കടിച്ചാലും മരണം എന്ന് പറയുന്നത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഏത് വീട്ടിലായാലും ഇപ്പോഴും ജീവനുണ്ടായി, വാലനങ്ങുന്നുണ്ട്. അപ്പം ഇത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇളയ മോൻ രക്ഷപ്പെട്ടതാണ്. അപ്പം ഇവ അവിടെ പഠിച്ചുകൊണ്ടിരുന്നേടേ, ഭാഗ്യമുണ്ട് കേട്ടോ, രക്ഷപ്പെട്ട്. ഇനി ഇവിടെ ഇരുന്ന് പഠിക്കണ്ട കേട്ടോ, നോക്കിക്കോണം. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് കൊച്ചു രക്ഷപ്പെട്ട്. എന്തോ പുസ്തകമൊക്കെ എടുത്ത് ഹോംവർക്ക് എഴുതാനായിട്ട് എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. എന്തായാലും പൂച്ച അതിനെ വന്ന് കാളാകൂളം കടിച്ച് ശരിയാക്കി.